സ്ഫോടനത്തിന് ശേഷം ഉയർന്നു പൊങ്ങിയ റേഡിയോ ആക്റ്റീവ് അവശിഷ്ടങ്ങളും പുകയും ഒരു കൂൺമേഘം പോലെ വിരിഞ്ഞു നിന്നു. വൈകാതെ അത് കറുത്ത മഴയായി അതിശക്തമായി പെയ്തിറങ്ങി. ആയിരത്തി 1945 ഓഗസ്റ്റ് 6-ഉം 9-ഉം ലോകം ഹിരോഷിമയിലും നാഗസാക്കിയിലും കണ്ടത് ഈ കാഴ്ചയായിരുന്നു. ഹിരോഷിമയ്ക്ക് താഴെ ഭൂമിയിൽ നിന്ന് ഏകദേശം 600 മീറ്റർ ഉയരത്തിൽ വെച്ച് ലിറ്റിൽ ബോയും നാഗസാക്കിക്ക് മുകളിൽ 503 മീറ്റർ ഉയരത്തിൽ ഫാറ്റ്മാനും പൊട്ടിവീണു. കണ്ണഞ്ചിപ്പിക്കുന്ന മിന്നൽ, ഭീമാകാരമായ അഗ്നിഗോളം, ആഞ്ഞടിക്കുന്ന പ്രഹര തരംഗം, പിന്നീടാണ് കൂൺമേഘമായി വിരിഞ്ഞത്. ഹിരോഷിമയിൽ 1.5 ലക്ഷത്തോളം പേർക്കും നാഗസാക്കിയിൽ 80,000 പേർക്കും ജീവൻ നഷ്ടമായി. സ്ഫോടനത്തിൽ മൃതദേഹങ്ങൾ പൂർണ്ണമായി കത്തിച്ചാമ്പലായതിനാലും രേഖകൾ നശിച്ചുപോയതിനാലും കൃത്യമായ മരണസംഖ്യ ഇന്നും കണക്കാക്കാനായിട്ടില്ല. സ്ഫോടനത്തിന്റെ പ്രഹരവും കടുത്ത ചൂടും മൂലമുണ്ടായ പൊള്ളലുകൾ കാരണമായിരുന്നു ആദ്യ മരണങ്ങൾ സംഭവിച്ചത്. എന്നാൽ റേഡിയേഷൻ മൂലം അർബുദവും രക്താർബുദവും ബാധിച്ച് നൂറുകണക്കിന് പേർ തുടർന്നുള്ള വർഷങ്ങളിലും മരിച്ചു. ലോകത്തിൽ ആദ്യമായി മനുഷ്യർക്ക് നേരെ ആണവായുധം പ്രയോഗിക്കപ്പെട്ട ആ കറുത്ത ദിവസങ്ങൾക്ക് ഇപ്പോഴിതാ 81 വയസ്സ് പൂർത്തിയാവുകയാണ്. ആറ്റം ബോംബ് പൊട്ടിത്തെറിച്ച ആകാശബിന്ദുവിന് നേരെ താഴെ കടുത്ത ചൂടിലും പ്രഹര തരംഗങ്ങളിലും സർവ്വതും നിമിഷങ്ങൾക്കുള്ളിൽ കത്തിച്ചാമ്പലായ ഭൂമിയിലെ ആ കേന്ദ്ര ബിന്ദുവാണ് ഗ്രൗണ്ട് സീറോ എന്നറിയപ്പെട്ടത്. ഇനി 75 വർഷത്തേക്ക് അവിടെ ഒരു പുല്ലുപോലും മുളയ്ക്കില്ലെന്ന് ലോകം വിധിയെഴുതിയെങ്കിലും മനുഷ്യന്റെ അസാമാന്യമായ അതിജീവന കരുത്തിൽ ആ കരിഞ്ഞ മണ്ണിൽ നിന്ന് ജപ്പാൻ ഉയർത്തെഴുന്നേറ്റു. സ്വന്തം മണ്ണിനെ പ്രതികാരത്തിന്റെ അടയാളങ്ങളാക്കാതെ മനോഹരമായ പച്ചപ്പും പ്രശാന്തതയും നിറഞ്ഞ സമാധാന സ്മാരക പാർക്കുകളായി അണുബോംബ് വീണ ഗ്രൗണ്ട് സീറോയെ അവർ പുനർനിർമ്മിച്ചു. ആ ദുരന്ത സ്മരണയുടെ ഓർമ്മ പുതുക്കി എല്ലാ വർഷവും ഓഗസ്റ്റ് 6-നും 9-നും ജപ്പാനിലെ ആ 2 നഗരങ്ങൾ കുറച്ചുനേരം നിശ്ചലമാകും. കൃത്യം രാവിലെ 8:15-നും 11:02-നും സൈറണുകൾ മുഴങ്ങുമ്പോൾ ലോകത്തിന്റെ കണ്ണീരായി മാറിയ ലക്ഷക്കണക്കിന് മനുഷ്യർക്കായി അവർ 1 മിനിറ്റ് മൗനപ്രാർത്ഥനയിലേക്കും. തുടർന്ന് നഗരത്തിൽ സമാധാനത്തിന്റെ മണികൾ മുഴങ്ങുകയായി. ഇനി ഒരിക്കലും ഒരു യുദ്ധമുണ്ടാകരുത് എന്ന പ്രാർത്ഥനയോടെ ലോകമെമ്പാടുമുള്ള കുട്ടികൾ ഉണ്ടാക്കി അയക്കുന്ന ദശലക്ഷക്കണക്കിന് ഒറിഗാമി പേപ്പർ കൊക്കുകളാണ് ഈ ദിനങ്ങളിൽ സ്മാരകങ്ങളിൽ സമർപ്പിക്കപ്പെടുന്നത്. ആ പേപ്പർ കൊക്കുകൾക്ക് പിന്നിൽ കണ്ണീരണിയിക്കുന്ന ഒരു കഥയുണ്ട്. അത് സഡാക്കോ സസാക്കി എന്ന കൊച്ചു പെൺകുട്ടിയുടെ കഥയാണ്. 1945-ൽ ഹിരോഷിമയിൽ അണുബോംബ് വീഴുമ്പോൾ അവൾക്ക് പ്രായം വെറും 2 വയസ്സ്. ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും 10 വർഷങ്ങൾക്ക് ശേഷം 12-ാം വയസ്സിൽ റേഡിയേഷൻ മൂലം അവൾക്ക് രക്താർബുദം പിടിപെട്ടു. 1000 പേപ്പർ കൊക്കുകൾ ഉണ്ടാക്കിയാൽ ആഗ്രഹിക്കുന്ന കാര്യം നടക്കുമെന്ന ജപ്പാനിലെ പരമ്പരാഗത വിശ്വാസമനുസരിച്ച് അവൾ ആശുപത്രി കിടക്കയിലിരുന്ന് പേപ്പർ കൊക്കുകൾ നിർമ്മിക്കാൻ തുടങ്ങി. പക്ഷേ 644 കൊക്കുകൾ പൂർത്തിയായപ്പോഴേക്കും 1955 ഒക്ടോബറിൽ സഡാക്കോ ഈ ലോകത്തോട് വിട പറഞ്ഞു. അവളുടെ കൂട്ടുകാർ ബാക്കി കൊക്കുകൾ കൂടി നിർമ്മിച്ച് 1000-ആക്കി അവളുടെ ഒപ്പം അടക്കം ചെയ്തു. ആ കൊച്ചു പെൺകുട്ടിയുടെ ഓർമ്മയ്ക്കായാണ് ഹിരോഷിമയിൽ കുട്ടികളുടെ സമാധാന സ്മാരകം പണിതുയർത്തിയത്. ലോകമെമ്പാടുമുള്ള കുട്ടികൾ ഉണ്ടാക്കുന്ന പേപ്പർ കൊക്കുകൾ ഇന്നും ആ സ്മാരകങ്ങളിൽ സമാധാനത്തിന്റെ മണിമുഴക്കുന്നുണ്ട്. 1945-ലെ അണുബോംബ് ദുരന്തത്തെ അതിജീവിച്ച ഹിബാക്കുഷ എന്നറിയപ്പെടുന്ന അതിജീവന ജനത ഇന്ന് ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലാണ്. 80-ലധികം വർഷങ്ങൾ പിന്നിടുമ്പോൾ അന്ന് കുട്ടികളായിരുന്നവരും അമ്മയുടെ ഗർഭപാത്രത്തിലായിരുന്നവരുമാണ് ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ഭൂരിഭാഗവും. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഇവരുടെ എണ്ണം ഇന്ന് 1,00,000-ൽ താഴെയാണ്.
ശരാശരി പ്രായം 86 വയസ്സും പിന്നിട്ട് അവർ പതുക്കെ ഓർമ്മകളിലേക്ക് മറയുകയാണ്. ബോംബുകൾ വീണത് 80 വർഷം മുമ്പാണെങ്കിലും റേഡിയേഷൻ നൽകിയ ക്യാൻസറും രക്താർബുദവും ഉൾപ്പെടെയുള്ള വിട്ടുമാറാത്ത രോഗങ്ങളോട് അവരിന്നും പോരാടുകയാണ്. ആണവായുധങ്ങൾക്കെതിരായ അവരുടെ അക്ഷീണ പോരാട്ടത്തിന് 2024 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനമാണ് ലോകം നൽകിയ ആദരം. ഹിബാക്കുഷകളുടെ കൂട്ടായ്മയായ നിബോൺ ഹിഡാൻക്യോ നേടിയ ഈ ബഹുമതി ഓരോ മനുഷ്യനോടുമുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ഹിരോഷിമ ദിനത്തിൽ സന്ധ്യ മയങ്ങുന്നതോടെ ഹിരോഷിമയിലെ മോട്ടോയാസു നദിയിലും നാഗസാക്കിയിലെ ജലാശയങ്ങളിലും കണ്ണീരോർമ്മകളായി ആയിരക്കണക്കിന് പേപ്പർ വിളക്കുകൾ ഒഴുകിത്തുടങ്ങും. തോറോ നഗാഷി എന്ന ഈ ചടങ്ങ് വിട പറഞ്ഞ ആത്മാക്കൾക്ക് വഴികാട്ടാനും ലോക സമാധാനത്തിനുമായാണ് ചെയ്തു വരുന്നത്. അവസാനത്തെ ഹിബാക്കുഷയും ഈ ഭൂമിയിൽ നിന്ന് വിട പറയും മുമ്പ് അവരുടെ പ്രാർത്ഥന ലോകം കേട്ടേ തീരൂ. മറ്റൊരാണവ ദുരന്തം ഇനി വേണ്ട. എന്നാൽ പശ്ചിമേഷ്യയിൽ അശാന്തി പടരുമ്പോൾ ഭയപ്പോടെയല്ലാതെ ഒരു കാര്യം നമുക്ക് ഓർക്കാതിരിക്കാനാവില്ല. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി മനുഷ്യരാശിയുടെ നെഞ്ചിലേക്ക് ഒരു വാൾ പോലെ തൂങ്ങിക്കിടപ്പുണ്ട് 12,000-ലധികം ആണവായുധങ്ങൾ.